ദൃശ്യം 3 നാളെ റിലീസാണ്. ഇവിടെ റിയാലിറ്റിയിൽ ദൃശ്യം സീരീസിനേക്കാൾ കൂടുതൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആൻഡ് ത്രില്ല് ആൻഡ് ദുരൂഹതയൊക്കെ നിറഞ്ഞ ഒരു റിയൽ ടൈം കേസ് നമ്മളെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കേട്ടത്, കോഴിക്കോട് ഗർഭിണിയായ ഒരു സ്ത്രീ കാറിൽ ദുരൂഹ സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് വെന്തു മരിച്ചു. കാർ കത്തി. കോഴിക്കോട് പേരാമ്പ്രയിൽ വെച്ചിട്ടാണ് ഈ കാറിന് തീ പിടിച്ചത്. അത് ഷോർട്ട് സർക്യൂട്ടല്ല, എൻജിൻ്റെ മുകളിൽ നിന്ന് സ്പാർക്കായതല്ല, എവിടുന്നും വണ്ടിയുടെ ഒരു മാൽഫങ്ഷൻ കാരണം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്നുള്ളതിലേക്ക് ഫോറൻസിക് റിപ്പോർട്ടുകൾ എത്തുന്നില്ലായിരുന്നു. ആദ്യം തന്നെ റിജിൻ ലാൽ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് 60% കൂടുതൽ പൊള്ളലേറ്റ് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ചാടി അടുത്തൊരു തോട്ടിലേക്ക് ചാടി രക്ഷപ്പെടുകയും നാട്ടുകാർ ഓടിക്കൂടിയ സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഭാര്യ ബാക്ക് സീറ്റിലുണ്ട് എന്നുള്ളത് പറഞ്ഞതിനെ തുടർന്ന് ഗർഭിണിയായ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാവരും കൂടി വണ്ടി വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. പക്ഷേ അവരപ്പത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ദുരൂഹത ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ്. കേൾക്കുന്നതിലൊക്കെ അടിമുടി ദുരൂഹത. ഫോറൻസിക് റിപ്പോർട്ട് ആദ്യം വന്ന സമയത്ത് ഇതിനകത്തൊരു ഫോറിൻ സബ്സ്റ്റൻസ്, പുറത്തുനിന്നുള്ളൊരു സബ്സ്റ്റൻസിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടോ എന്നുള്ളത് വരെ സംശയമായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ ഇല്ല, പെട്രോളിൻ്റെ അംശമുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ പെട്രോൾ എവിടുന്ന് വന്നു, വണ്ടിക്കകത്ത് പെട്രോൾ എവിടുന്ന് വന്നു? ഇവരുടെ പാസ്റ്റ് അത്ര ഓക്കെ അല്ല. സംഗതി ഭാര്യ ഭർത്താവാണ്, പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സൊസൈറ്റി മാറേണ്ടതും സൊസൈറ്റിയിലെ ആളുകളുടെ ചിന്താഗതി മാറേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഒറ്റ കേസ് കൊണ്ട് നമുക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റും മുന്നോട്ട്. ഇപ്പോൾ ഇന്നലെ വന്നൊരു മേജർ ബ്രേക്ക് ത്രൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിച്ച ഗർഭിണിയായ ലേഡി സോന ഈ അപകടം, കാറ് തീ പിടിക്കുന്ന അപകടം ഉണ്ടാവുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ അടുത്തുള്ളൊരു പെട്രോൾ പമ്പിൽ നിന്ന് കന്നാസിൽ പെട്രോൾ വാങ്ങി അത് ഷോൾഡർ ബാഗിലേക്ക് വെച്ച് പോകുന്നതിൻ്റെ CCTV വിഷ്വൽസ് പുറത്തു വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയറായി. 2 കാര്യങ്ങൾ ഇതിൽ സംഭവിച്ചിരിക്കുക. ഒന്നില്ലെങ്കിൽ സോനയെ കൊണ്ട് ഹസ്ബൻഡ് റിജിൻ ലാൽ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പെട്രോൾ മേടിപ്പിച്ചു. അല്ലെങ്കിൽ റിജിൻ ലാൽ അറിയാതെ സോന പെട്രോൾ വാങ്ങി. രണ്ടാണെങ്കിലും ആവശ്യം എന്താ, ഒരാൾ മറ്റൊരാളെ തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ 2 പേർക്കും ഒപ്പം തീർന്നു പോകാൻ വേണ്ടിയിട്ട്. അവിടെയാണ് ഇവരുടെ പാസ്റ്റ്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ഒന്നുകൂടി റീച്ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത്. ആദ്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ന്യൂസ് കേൾക്കാം. ഇന്നുമായിട്ട് പുറത്തു വന്ന ന്യൂസുകളിലൂടെ പോകാം. അതിനുശേഷം ഈ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് സോനയെ റിജിൻ ലാൽ സോനയുടെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് വിളിച്ചിട്ട് പോകുന്നത്. അമ്മയുടെ സഹോദരിയുടെ മകൾ സോനയോട് സംസാരിച്ചു. സോന പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ അപകടം നടക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അവരോട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ആദ്യം നമുക്ക് ആ ന്യൂസ് ക്ലിപ്പിലൂടെ ഒന്ന് പോയി നോക്കാം. വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ എന്താണ് സംഭവത്തിലേക്ക് നയിച്ചത്, അതെങ്ങനെയാണ് ആ കാറ് കത്തിയത് തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ വിവരം പോലീസിനുണ്ട്. പക്ഷേ അതിൽ സോന മരണപ്പെട്ടു. റിജിൻ ലാൽ ആകട്ടെ ഭർത്താവ് ഗുരുതരാവസ്ഥയിലാണ്. അതുകൊണ്ട് ഒരു വാർത്താ സമ്മേളനമൊന്നും വിളിച്ച് പോലീസ് അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് അവർക്ക് ചില പരിമിതികളുണ്ട്. പക്ഷേ കൃത്യമായി തന്നെ അവർ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. എങ്ങനെയാണ് ഈ പെട്രോൾ കാറിലെത്തിയത്, കാറ് കത്താനിടയായ സാഹചര്യം എന്താണ്, റിജിൻ ലാലും സോനയും തമ്മിൽ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന് നല്ല വ്യക്തതയുണ്ട്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഇങ്ങനൊരു ദുരന്തത്തിന് ഇരയായി ഒരാൾ മരിച്ചു, ഗർഭിണിയായ ഒരു സ്ത്രീ കൂടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് അതുകൊണ്ട് കൂടുതൽ അന്വേഷണം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പരിമിതിയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതിലേക്ക് നയിച്ചത് ഇരുവരും തമ്മിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ തന്നെ വിശദമായി റിപ്പോർട്ട് ചെയ്തതുപോലെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പക്ഷേ ആ വിവാഹത്തിനുള്ളിൽ പലതരം വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സംഭവത്തിന് ശേഷം സോനയുടെ തന്നെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. അത് ഭർത്താവിനെതിരെയായിരുന്നു ആരോപണം എങ്കിലും പോലീസിന്റെ അന്വേഷണത്തിൽ പിന്നീട് കാര്യങ്ങൾ തെളിഞ്ഞു. ഇന്നലെ CC ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിൽ പേരാമ്പ്ര ടൗൺ പരിസരത്തുള്ള ഒരു പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കുന്ന സോന തന്നെ എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് പറയുന്ന കാര്യം. നേരത്തെ വിശദമായി തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ കാറിലുള്ള പരിശോധന, അത് മോട്ടോർ വെഹിക്കിളിൻ്റെയും ഫോറൻസിക്കിൻ്റെയും പോലീസിൻ്റെ എല്ലാം പരിശോധനയിൽ നിന്ന് കാറിൻ്റെ ഒരു വിധത്തിലുള്ള തകരാറുമല്ല, ഇന്ധന ചോർച്ചയോ ഷോർട്ട് സർക്യൂട്ടോ ഒന്നുമല്ല ഇതിലേക്ക് നയിച്ചതെന്നും അതൊരു മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് എന്നുള്ളതും വ്യക്തമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇക്കാര്യങ്ങളിൽ
കാര്യങ്ങൾ എത്തിയത്. എന്തായാലും നേരത്തെ ഈ പ്രണയഘട്ടത്തിൽ രജിൻലാൽ ഈ വിവാഹത്തിലേക്ക് പോകാൻ സന്നദ്ധരാകാതിരുന്ന ഘട്ടത്തിൽ ജീവനെടുക്കാനൊരു ശ്രമം സോന നടത്തുകയും അന്ന് റെയിൽവേ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തതെന്നുള്ള കാര്യം വീട്ടുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു പശ്ചാത്തലം ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വിവിധ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇനി ഇത് പോകേണ്ടതില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഇപ്പോഴും ചികിത്സയിലാണ് രജിൻലാൽ. ആ വ്യക്തിക്ക് ഇതിൽ ഈ സംഭവത്തിലെ ആസൂത്രണത്തിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ പോലീസ് നിഗമനത്തിൽ റിജിൻലാൽ ഹസ്ബൻഡിന് വലിയ പങ്കൊന്നും ഇതിലില്ല എന്നുള്ള രീതിക്കാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒട്ടും അയാൾക്കൊരു പങ്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആൻഡ് ഈ സോന 6-7 മാസം ഗർഭിണിയാണ്. പക്ഷെ അവർ ആ CCTV വിഷ്വലിൽ പെട്രോൾ പമ്പിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്പീഡുണ്ട്, അതൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതായത് എന്തോ ഒന്ന് ഉറപ്പിച്ച് മനസ്സിൽ കരുതി കൂട്ടി ഉറപ്പിച്ച പോലെ ഒരു തരം വാശി വൈരാഗ്യമുള്ള പോലത്തേക്ക് ഒരു റിവെഞ്ച് മോഡിലാണ് അവർ നടന്നു പോകുന്നത്. എസ്പെഷ്യലി ഒരു 6-7 മാസം ഗർഭിണിയായ സ്ത്രീ അവർ ഈ രീതിയിലേക്ക് ആ ഒരു ബോഡി ലാംഗ്വേജിലേക്ക് പോകുന്നുള്ളത് എനിക്ക് അത് ആക്സെപ്റ്റബിൾ അല്ല. എനിക്ക് അവിടെ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു തുടങ്ങി ആ CCTV വിഷ്വൽ വന്നപ്പോൾ തന്നെ. ബിക്കോസ് സോന എന്തൊക്കെയോ കരുതി കൂട്ടി തന്നെയാണ് ആ പെട്രോൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ സോനയുടെ വീട്ടുകാരുടെ ഒരു വേർഷൻ എന്തായിരിക്കും, അവർ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ തന്നെ. അതായത് സോനയെ കൊണ്ട് റിജിൻ ഇത് മേടിപ്പിച്ചു, പെട്രോൾ മേടിപ്പിച്ചു, എന്നിട്ട് സോനയോട് അത് വണ്ടിയിൽ കരുതാൻ പറഞ്ഞു, എന്നിട്ട് റിജിൻ അതിന് തീ കൊടുത്തു. ഇതാണ് സോനയുടെ വീട്ടുകാരുടെ വേർഷൻ. ഇതിൽ ഞാൻ 2 വീട്ടുകാരുടെയും ഫോൾട്ട് പറയും. സോനയുടെ വീട്ടുകാർക്കും റിജിൻ്റെ വീട്ടുകാർക്കും 2 വീട്ടുകാർക്കും ഫോൾട്ട് ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പോകേണ്ടതായിട്ടുമുണ്ട്. കാരണം ഇവരത് പ്രണയവിവാഹമാണ്. 2 വീട്ടുകാർക്കും പ്രത്യേകിച്ച് താല്പര്യമില്ലാത്ത പ്രണയവിവാഹം. പ്രണയത്തിൻ്റെ തുടക്കകാലങ്ങളിൽ ആസ് യൂഷ്വൽ എല്ലാവരും നമ്മളൊക്കെ പ്രണയിച്ചവരാണ്, അല്ലെങ്കിൽ ഇല്ലാത്തവർക്കടക്കം ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രണയങ്ങളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനീഷ്യൽ സ്റ്റേജിലെല്ലാം ഭയങ്കര രസമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സംശയത്തിൻ്റെ എലമെൻറ്റുകൾ വരുന്നു. ഈ സംശയത്തിൻ്റെ എലമെൻറ്റുകൾ ഉണ്ടാക്കി ഇട്ട് കൊടുത്തത് റിജിൻ്റെ പെരുമാറ്റമാണ്. കാരണം റിജിന് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധം തുടങ്ങി. കല്യാണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ റിജിൻ വേറൊരു ലേഡിയായിട്ട് കമ്മിറ്റഡ് ആവുന്നു. അതിൽ സോനയ്ക്ക് സാരമായ പ്രശ്നങ്ങൾ വരുന്നു. സോന അപ്പോഴും ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയ ഒരു ലേഡിയാണ്. അവർ റെയിൽവേ ട്രാക്കിലേക്ക് ഓടിപ്പോയി, അവിടുന്ന് പോലീസ് അത് കേസാക്കി വിഷയമായി. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് റിജിനെ കൊണ്ട് സോന കല്യാണം കഴിപ്പിക്കുന്നത്. ഒരു തരം ഒബ്സഷൻ ഉണ്ട്. ഇത് ഞാൻ ചില പ്രണയങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഒബ്സസ്ഡ് ആവും അവർ. അതിന് പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ഒരു തരം വാശിയാണത്. ഒരു വാശി, ഒരു വൈരം. എനിക്ക് വേണം, എൻ്റെതാണ്. നിങ്ങളത് അല്ല, നിങ്ങളെ ചീറ്റ് ചെയ്തു, നിങ്ങളിൽ നിന്ന് മാറിപ്പോയി, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും തിരിച്ചു വരാൻ താല്പര്യമില്ലാത്തതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കുന്നു പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. സോനയെ പ്രണയിച്ചിട്ടിട്ട് പോയ റിജിൻ, ആ റിജിന് പല കണക്ഷൻസ് ഉണ്ടായത് സോനയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ സോന ഭീഷണിപ്പെടുത്തി റിജിനെ കൊണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കി ആത്മഹത്യ ചെയ്യാൻ പോയി. അവിടുന്ന് പോലീസ് കേസായി വിഷയമായിട്ടാണ് കൊണ്ടുപോയി കല്യാണം കഴിപ്പിക്കുന്നത്. അപ്പോൾ ഈ റിജിന് സോനയോട് എന്തെങ്കിലും തരത്തിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തപ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കുട്ടി. അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇവർ ഗർഭിണിയായിട്ടുണ്ട്. അതെങ്ങനെയാണോ നടക്കുന്നത്? ഇത് എന്ത് പരിപാടിയൊന്നും എനിക്കറിയില്ല. മേ ബി ഇതിനിടയിൽ ചിലപ്പോൾ എല്ലാവരും പാച്ചപ്പ് ആയിട്ടുണ്ടാവും ഇവർ. എന്നാലും എഗെയിൻ സംശയം എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് സോനയ്ക്ക് മനസ്സിൽ കിടക്കുകയാണ് റിജിനോട്. റിജിന് കല്യാണം കഴിഞ്ഞതിന് ശേഷവും കുറേ കുട്ടികളെ ഈ പറഞ്ഞ ലേഡീസിനെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള അടുപ്പമുണ്ട്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലേഡിയായിട്ട് റിജിൻ ഇപ്പോഴും അടുപ്പത്തിലാണ്. സംശയാസ്പദമായ പല സാഹചര്യത്തിലും റിജിൻ്റെ ഫോണിൽ ചാറ്റും കോളും അടക്കം സോന പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ആ സംശയത്തിൻ്റെ എലമെൻറ്റ് സോനയ്ക്ക് കൂടുകയാണ്. അത് റിജിൻ്റെ ഈ പറഞ്ഞ നടപ്പ് കൊണ്ടാണ് ആ സോനയ്ക്ക് അത് കൂടിയത്. ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം റിജിന് ഇതിന് ഒരു കാരണക്കാരനല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. റിജിൻ കാരണക്കാരനാണ്. കാരണം സോനയിൽ ഈ പറഞ്ഞ സംശയത്തിൻ്റെ എലമെൻറ്റ് ഉണ്ടാക്കിയിട്ടത്, അല്ലെങ്കിൽ സോന അങ്ങനെ ഒരു സംശയത്തിലേക്ക് പോയത്, അല്ലെങ്കിൽ സോനയ്ക്ക് ഈ തരത്തിലുള്ളൊരു ഡിപ്രഷനിലേക്ക് സോന പോയതിന് കാരണം റിജിൻ തന്നെയാണ്. സോന ഇങ്ങനെ പോകാനുണ്ടായ ഒരു റീസൺ, അല്ലെങ്കിൽ അവർ ആ ഒറ്റപ്പെട്ടൊരു അവസ്ഥയാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ടാവുക. അവിടെയാണ് ഞാൻ പറഞ്ഞ പാരൻസിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത്. സോനയുടെ പാരൻസ് സോനേനെ ഈ ഒരു പെർട്ടിക്കുലർ റിലേഷൻ മുന്നോട്ട് പോകുമ്പോൾ അവർ ഏറ്റെടുത്തിട്ടില്ല. മരണശേഷം ഇപ്പോൾ അവർ വന്നിട്ട് പറയുന്നു അവരെതിരെ കേസെടുക്കണം, അവൻ്റെ വീട്ടുകാർക്കെതിരെ കേസെടുക്കണം, അവൾ ആ വീട്ടിൽ ഒരുപാട് അനുഭവിച്ചു
എവിടെയായിരുന്നു അപ്പോൾ ഇത്രയും കാലം ഈ വീട്ടുകാർ? സോനയുടെ ഒരു ബന്ധു തന്നെ, അച്ഛനോ അമ്മാവനോ ആരോ എന്ന് പറയുന്നു, സോന വീട്ടിലേക്ക് വരാറില്ല. അമ്മയുടെ, അതായത് സോനയുടെ സ്വന്തം അമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കേ പോകാറുള്ളൂ. പ്രണയ വിവാഹമായതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. അങ്ങനെ നിങ്ങൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു അങ്ങോട്ട് മാറ്റി നിർത്തിയത് കൊണ്ടാണ് ആ പെൺകുട്ടി ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്. ഒരു നേരം ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി ലൈഫിൽ നിന്നുണ്ടെങ്കിൽ പറയാനുള്ള, ഓടി വരാനുള്ള ഫസ്റ്റ് പോയിന്റ് ആരും അച്ഛനും അമ്മയും ബ്രദറോ സിസ്റ്ററോ ആയിരിക്കും. ഈ അച്ഛനും അമ്മയും ബ്രദറും സിസ്റ്ററും ഒക്കെ ലൈഫിൽ നിന്ന് ഒരു പ്രണയ വിവാഹം കഴിച്ചതുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ പിന്നെ എന്ത് ചെയ്യും? ലൈഫിൽ ഒറ്റപ്പെട്ടു പോയില്ലേ? അപ്പോൾ ഇതിലൊരു കാരണക്കാരൻ അവരും കൂടിയാണ്, സോനയുടെ ഫാമിലിയും കൂടിയാണ്. പിന്നെ റിജിൻ ഇങ്ങനെ വേറെ ബന്ധങ്ങളിലേക്ക് പോകുന്നു, സോന വീട്ടിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്. സോനയും റിജിനും തമ്മിലുള്ള ടേംസ് ശരിയല്ല എന്ന് അറിഞ്ഞിട്ടും ഇത് സോർട്ട് ചെയ്യാൻ നോക്കാത്ത റിജിൻ്റെ ഫാമിലി. ഇപ്പം നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ, റിജിൻ്റെ ഫാമിലി പറയുന്നു ഇതിൻ്റെ ദുരൂഹത ഉണ്ട്, ഞങ്ങളെ മകനെ കൊല്ലാൻ നോക്കിയതാണ്, സോന അങ്ങനെ ചെയ്താണ്, കേസ് എടുക്കണം, എന്താണെന്ന് അറിയണം. സോനയുടെ ഫാമിലി പറയുന്നു എൻ്റെ മകളെ കൊന്നതാണ്, ഇതിൻ്റെ ദുരൂഹത ഉണ്ട്, അങ്ങനെ ചെയ്താണ്, ഇങ്ങനെ ചെയ്താണ്. ഇപ്പം എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എല്ലാ രണ്ട് ഫാമിലിക്കും ദുരൂഹത പറയാനുണ്ട്, അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് വേണമെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഈ രണ്ട് ഫാമിലിക്കെതിരെയും കേസ് എടുക്കണം. കാരണം ഇവരൊരു മാതൃകയല്ല. രണ്ട് പേര് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു, പ്രണയിച്ച് കല്യാണം കഴിച്ചവരെ അത് പ്രണയമായതുകൊണ്ട് മാത്രം അവരെ പുറത്താക്കിയ ഒരു ഫാമിലി, വേറൊരു ഫാമിലി, റിജിൻ്റെ ഫാമിലി അത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇതിൽ എന്ത് ബന്ധത്തിലാണ് ഇവർ മുന്നോട്ട് പോകണമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇവർക്കില്ല. അവർ പറയുന്നത് അവർ മുന്നിൽ കാണിച്ചില്ല എന്നാ. പക്ഷെ വീട്ടിലെ പൊട്ടിത്തെറിയും കച്ചറയും വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കുടുംബക്കാർ കുറേ ആൾക്കാർ പറയുന്നു. ഇതിലെല്ലാ എലമെൻസും ഉണ്ട്. സോന ഈ കടുങ്കൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോനയെ കൊണ്ട് ചെയ്യിപ്പിച്ചതിൻ്റെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഫാമിലി ഇൻവോൾവ് ആണ്, റിജിൻ ഇൻവോൾവ് ആണ്, സൊസൈറ്റി ഇൻവോൾവ്, എല്ലാം ഇൻവോൾവ് ആണ് അതിനകത്ത്. മനസ്സിലായോ? ഇനി നമുക്ക് ഈ സോന ഈ തീ കൊളത്തി സ്വയം ഇല്ലാതാവാം, അല്ലെങ്കിൽ റിജിനെയും കൂടി തീർത്ത് കളയാം എന്നുള്ള മെൻറ്റാലിറ്റിയിലേക്ക് എത്തിയ ആ ടൈമിൽ മണിക്കൂറുകൾക്ക് മുമ്പ് സോന താമസിച്ചത് സോനയുടെ അമ്മയുടെ സിസ്റ്ററെ മകളുടെ കൂടെയാണ്. ആ കുട്ടി വന്നിട്ട് സോന പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് പറയുന്നത് ആൾക്ക് വേറൊരു അഫെയർ ഉണ്ടെന്ന രീതിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് കൺഫേം ആണോ, എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? അപ്പോൾ ആൾ പറഞ്ഞ ആൾ പിടിച്ച് അത് ഓനോട് ചോദിച്ച്, എന്നിട്ടും ആൾ നിർത്തിയില്ല. പിന്നെ ആൾക്ക് വിഷമായിരുന്നു, ആൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആളെ കല്യാണം കഴിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ അമ്മേനോടൊക്കെ പറ. എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇന്നെ വിശ്വസിച്ച് പറയുന്നതാണ്, നീ ആരോടും പറയരുത്. കാരണം ഞങ്ങൾ കുറേ കാലം കോണ്ടാക്റ്റ് ഒന്നുമില്ല കല്യാണം കഴിഞ്ഞ സമയത്ത്. അവർക്ക് ഇഷ്ടമല്ലാണ്ട് പിന്നെ ഒരു 4-ാമത്തെ മാസം 3-ാമത്തെ മാസം അങ്ങോട്ടേക്ക് വിട്ടത്. അപ്പോൾ EMS അഡ്മിറ്റ് ആയപ്പോൾ ഞാൻ പോയി കണ്ട്. അതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിയൊക്കെ ആയത്. എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ ആൾക്ക് വേറൊരു അഫെയർ ഉണ്ടായിരുന്നു. അവൾ പിടിച്ച് ചോദിച്ചിട്ടും ആളത് കണ്ടിന്യൂ ചെയ്തു. നാട്ടിലുള്ളൊരു കുട്ടിയാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആളെ ഫോണിൽ ഇങ്ങനെ ആളുടെ മിസ് കോൾ കണ്ടപ്പോൾ ഫോൺ എടുത്ത് കൊടുത്തപ്പോൾ അവളെ വല്ല അസഭ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, നിറച്ചിട്ടില്ല, അടിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ അമ്മേനോട് പറ, അല്ലെങ്കിൽ ഓലെ വീട്ടുകാരോട് പറഞ്ഞാൽ എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഓളെ ഇളയതല്ലേ. പിന്നെ അതിന് ശേഷം ഓളെൻ്റെ വീട്ടിൽ വന്നിനു, മരിക്കുന്ന ദിവസം വീട്ടിൽ വന്നിനു. വീട്ടിൽ ദിവസം വന്ന് ഉച്ചയ്ക്ക് വന്നു. ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളാണ്. സോ എനിക്ക് എൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് അവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. പിന്നെ ആൾ വീട്ടിൽ എൻ്റെ വേറെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടൈം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ലാലോട്ട് ഇങ്ങനെ ഓളെ കാണാൻ പോയതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെ പ്രൂഫുണ്ടോ അങ്ങനെയാണ് പോയത്? ഇല്ല എനിക്ക് ഉറപ്പാണ്, എനിക്കറിയാമോനാ. അങ്ങനെ ഓൾ കുറേ വിളിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് വന്നാൽ ഫോൺ എടുക്കുന്നില്ല. പിന്നെ അവൻ്റെ അച്ഛൻ വിളിച്ചു അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ അന്നേരം ഓൻ ഫോൺ എടുത്തിരിക്കുന്നു പറഞ്ഞു അച്ഛൻ വിളിച്ചപ്പോൾ. പിന്നെ ഇങ്ങോട്ട് വിളിച്ചിക്കോളാം. ഇങ്ങോട്ട് വിളിച്ച് ഓൾ ചോദിച്ചു നിങ്ങൾ എവിടെയുള്ളതെന്ന് പറഞ്ഞപ്പോൾ കല്യാണപ്പുര കൂടൽപ്പുര എന്തോ പറഞ്ഞത്. അന്നേരം ഓൾ ചോദിച്ചത് കല്യാണപ്പുരയല്ലല്ലോ, ഇത് ബാത്റൂം അല്ലേന്ന്. അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ ഇനി വിളിച്ചപ്പം ബാത്റൂം കയറിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട് നമുക്കൊന്ന് പേരാമ്പ്ര പോകണം. പിന്നെ എനിക്കും പേരാമ്പ്ര പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരു അമ്പല ദർശനത്തിന് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു പേരാമ്പ്ര പോകാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ബാദുഷേൻ്റെ അവിടെ ഇറങ്ങി. അവനോട് തന്നെ ഇവിടുന്ന് വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ കനറ ബാങ്ക് കയറി ATM നോക്കി എനിക്ക് ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായപ്പൊടി പോയി ചായ കുടിച്ച് ബൈപ്പാസ് തന്നെ. അവിടുന്ന് ചെമ്പറ റോഡ് മേലെ എൻ്റെ ഫ്രണ്ട് ഇറക്കി തന്നാൽ ഞങ്ങളവിടെ ഇറക്കി തന്നെ എന്നോട് പറഞ്ഞു നീ എൻ്റെ സാധനം പോയി വാങ്ങിക്കോ, ഞാൻ അപ്പോഴത്തേക്ക് വാങ്ങി വരുന്നു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഞാൻ അവിടുന്ന് റൈറ്റിലേക്കും എനിക്ക് സ്റ്റാൻഡിലേക്ക് ഫാൻസി ഉള്ള അങ്ങോട്ടും പോയി ഓള് ലെഫ്റ്റിലേക്കും പോയി. ഞാൻ സാധനം വാങ്ങി വരുമ്പോഴേക്ക് ഓള് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് എൻ്റെ റൂമിൽ വന്നിട്ട് ഓൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വന്ന സമയത്ത് കുറച്ച് ഇമോഷണലി ബ്രേക്ക് ആയിട്ട് പോലെ ബോഡി ലാംഗ്വേജിൽ എനിക്ക് തോന്നിയത്. പക്ഷെ പോകുന്ന സമയത്ത് എൻ്റെ അമ്മേൻ്റെ അടുത്തും എൻ്റെ അടുത്തൊക്കെ വന്ന് സംസാരിച്ച്
അങ്ങനെ നടന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വന്ന് എനിക്ക് ഇതൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഓന് വേറെ അഫെയർ ഒക്കെ ഉണ്ടെന്ന രീതിക്ക് കാരണപ്പോൾ എനിക്ക് ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൻ്റെ അടുത്ത് പോയിട്ടില്ല മിണ്ടാണെന്നും. അങ്ങനെ വന്ന് ഓളെ കൂട്ടിപ്പോയത്. അത്രയും നടന്നതാണ്. ഇതിൽ നിന്ന് വളരെ ക്ലിയറാണ്, സോന വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ലേഡിയെ കൊണ്ട് ഷോപ്പിങ്ങിനാന്ന് പറഞ്ഞ് പോയി ഇവരെ അവിടെ നിന്ന് മാറ്റി വളരെ വിദഗ്ധമായി പെട്രോൾ മേടിച്ച് കയ്യിൽ കരുതിയിട്ടുണ്ട്. സോന റെഡിയായിരുന്നു. അതായത് ഈ പരസ്ത്രീ ബന്ധം, ഈ പറഞ്ഞ അവിഹിതം പൊക്കി ഭർത്താവിനെ സംശയിക്കുന്നു, ഭർത്താവ് വേറെ ലേഡിയുടെ കൂടെയാണ് എന്നുള്ളത് ആ ഒരു സംശയം മനസ്സിൽ കടന്ന് വളരുന്നു. അതിൻ്റെ വിഷമവും അതിൻ്റെ വിഷയങ്ങളും വന്ന സമയത്ത് ഇനിയില്ല, ഇനിയിപ്പോൾ കുട്ടിയും വേണ്ട ആരും വേണ്ട, ഇതെല്ലാവരും കൂടി ഒന്നിച്ച് തീരാം എന്നുള്ള മൈൻഡ് സെറ്റിൽ അവർ തന്നെ പെട്രോളും മേടിച്ച് അവർ തന്നെ വണ്ടി കയറി അവരെല്ലാം ഒരു കാൽക്കുലേറ്റ്. ഈവൻ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നത് വരെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ ഒരു ഭർത്താവ് ഗർഭിണിയായ ഭാര്യയെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്താതെ ബാക്ക് സീറ്റിൽ ഇരുത്തിയത്. ഇപ്പം എനിക്ക് തോന്നുന്നു സോനയായിട്ട് കയറിയിട്ട് വല്ല തല ചുറ്റലുണ്ടെന്നോ കിടക്കണം എന്നൊറ്റ പറഞ്ഞിട്ട് വണ്ടീൻ്റെ ബാക്കിൽ കയറി കിടന്നായിരിക്കാം. കാരണം ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ റിജിന് അത് മനസ്സിലാവുമല്ലോ, ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പെട്രോളാണ്. അപ്പോൾ അയാൾ വണ്ടി നിർത്തിയിട്ട് പെട്ടെന്ന് ഇത് രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും ശ്രമം നടത്തിയാലോ ഒക്കെ അത് പാളിപ്പോവില്ല, ശ്രമം പാളിപ്പോവും. അപ്പോൾ എന്ത് ചെയ്തു, സോന നൈസായിട്ട് ബാക്ക് പോയിരുന്ന സോന അവിടെ നിന്ന് പെട്രോൾ എടുത്ത് ഒഴിച്ച് കത്തിച്ച്. അപ്പം എന്താ സോനേൻ്റെ മൈൻഡിൽ എന്താ, തീരട്ടെ എല്ലാം, ഇവനും തീരട്ടെ ഞാനും തീരട്ടെ കുട്ടിയും തീരട്ടെ, ഇത് ഈ ചാപ്റ്റർ ഇവിടെ എൻ്റെ ആവട്ടെ, ഈ ഫാമിലി മൊത്തം ഇവിടെ തീരട്ടെ. ഇതാണ് സോനയുടെ മൈൻഡിൽ. ഈ സോനയ്ക്ക് ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ ഭർത്താവിന് സംശയമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയം, ഇതൊക്കെ എന്താ പറയുക, ഒരാൾ ഷെയർ ചെയ്യാനില്ലാത്തതിൻ്റെ കുറവ് കൊണ്ട് മനസ്സിനകത്ത് കിടന്ന് ഇത് കല്ലായി വിങ്ങി അങ്ങനെ തീർന്നു പോയതാ തോന്നുന്നു എനിക്ക്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൽ ഫാമിലിക്കും റിലേറ്റീവ്സിനും സൊസൈറ്റിക്കും ഒക്കെ ഒരു തരം ഹാൻഡ് ഇതിനകത്തുണ്ട്. ഇനിയിപ്പോൾ ഈ പെട്രോൾ മേടിച്ചു വന്നത് റിജിൻ ഇതൊന്നും ചെയ്തില്ല, റിജിനെ കൊല്ലാൻ വേണ്ടിയിട്ടും കൂടി സോന കൊണ്ടുവന്നു എന്നുള്ള വേർഷനൊക്കെ റിജിൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാക്കാം. ബട്ട് എൻഡ് ഓഫ് ദ ഡേ റിജിൻ്റെ പരസ്ത്രീ ബന്ധവും ഈ പറഞ്ഞ പരിപാടികളൊക്കെ സോനയ്ക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ പെൺകുട്ടി ഒറ്റപ്പെട്ടു പോയതുകൊണ്ടാണ് ഈ അവസ്ഥയ്ക്ക് ആ പെൺകുട്ടി എത്തിയത്. ഇനി ഇതിൻ്റെ ഇടയിൽ റിജിൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കുറച്ച് കാര്യം, ഈ കുട്ടിയുടെ സോനയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ DNA ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. റിജിൻ വെള്ളത്തിലായിരുന്നു, കള്ളു കുടിച്ചിട്ടാണ് അന്നേ ദിവസം വണ്ടി ഈ കുട്ടിയെ അവിടുന്ന് കൊണ്ടുവന്ന ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് സോനയെ എടുത്ത് കൊണ്ടുവന്നതെന്ന് പറയുന്നു. അങ്ങനത്തെ ഒക്കെ വേർഷൻസ് വേറെ ഉണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും റിജിൻ്റെ ഒരു മൊഴിയെടുക്കലും പരിപാടികളൊക്കെ പോലീസ് ചെയ്യുമല്ലോ, ചെയ്യാതിരിക്കൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ ഇതിന് കുറച്ചും കൂടി കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഒരു കാര്യം ക്ലിയറായി, സോന തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ്, അതുകൊണ്ടാണ് വേറെ എങ്ങോട്ടും തീ പടരാഞ്ഞത്, അതുകൊണ്ടാണ് റിജിൻ്റെ ബാക്ക് മുതൽ പൊള്ളി ഡ്രസ്സ് കത്തി വന്നതും. റിജിൻ പുറത്ത് ചാടിയപ്പോൾ റിജിന് ആകെ ബ്ലാങ്കായി പോയിട്ടുണ്ടാവും. ആ ബ്ലാങ്കായി പോയി, കാരണം സ്വന്തം ഭാര്യ ആ രണ്ടാളും കൂടി തീരട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുമെന്നുള്ളത് ചിലപ്പോൾ പ്രതീക്ഷിക്കാണല്ലോ റിജിൻ. അതുകൊണ്ടാവും റിജിൻ പെട്ടെന്ന് ഭാര്യ ബാക്കിലുണ്ടെന്ന് പറയാതിരുന്നു നോക്കുക, അതുകൊണ്ടായിരിക്കണം. എന്താണെങ്കിലും ഇത് സോന എക്സിക്യൂട്ട് ചെയ്ത പ്ലാനാണ്, സോന തന്നെയാണ് അത് മേടിച്ചതും അത് എക്സിക്യൂട്ട് ചെയ്തതും എന്നുള്ളത് ഇതിന്ന് ഭയങ്കര ക്ലിയറാണ്. അതായത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ എവിടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്? ഇല്ല, ഇങ്ങനെ വന്നിട്ടുണ്ട് എൻ്റെ ഇടയിൽ, എനിക്കിങ്ങനെ അടിവയറെല്ലാം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞനിങ്ങനെ ചലനം വെക്കുന്ന സമയമല്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉള്ളു പറഞ്ഞ് ചിലപ്പോൾ നോക്കട്ടെ, കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതായത് ആശുപത്രി പോകുന്നുള്ള കാര്യമൊന്നും വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടില്ല? ഇല്ല, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല. നോക്കട്ടെ കാണിക്കാൻ പറ്റുമോ, എനിക്കിങ്ങനെ വയറിൻ്റെ അടി വേണമെന്ന് പറഞ്ഞു. ഈ ലാലുവിന് വേറെ സംശയം ഉണ്ടായിരുന്നു സോന, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും അവള് പറഞ്ഞിട്ടില്ല. ഓളെ സംശയമുള്ള പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. പണ്ടത്തെ പോലെ എന്നെ നോക്കുന്നില്ല, അങ്ങനത്തെ പണ്ടത്തെ ഒരാളല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓളെല്ലാം ഓപ്പണായിട്ട് പറയുന്ന ടൈപ്പല്ല, വേറൊരു പ്രത്യേക ഒരു ക്യാരക്ടർ പോലെയാണ്. അപ്പോൾ ഈ സംഭവ ദിവസം വേറെ എന്തെങ്കിലും, അതായത് അധികം പ്രയാസം തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ലാലുവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്വയം പ്രയാസം അങ്ങനെ എന്തെങ്കിലും സോന പറഞ്ഞിട്ടുണ്ടായിരുന്നു? അന്ന് എന്നോട് പറഞ്ഞു ഓളോടി പോയതാണെന്നുള്ള ഒരു പ്രയാസം ഉണ്ടേ നോക്ക്. പക്ഷെ ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെ കൺഫേം അല്ലാണ്ട് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഓൾക്ക് ഉറപ്പാണ് ഓളോടി പോയതാണെങ്ങനെ പറയുന്നുണ്ട്. ഓളും എല്ലാം പറഞ്ഞു. ഞാൻ ഇങ്ങനെ എൻ്റെ കുറച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഓനെ വിട്ടു കൊടുക്കുന്ന ടൈപ്പിലല്ല സംസാരിക്കുന്നത്, കാരണം അത്രയ്ക്ക് ഓനെ ഇഷ്ടം. ഓനെ വിട്ടുകൊടുത്ത് ഓളൊന്നും സംസാരിക്കില്ല. ഇതിൻ്റെ മുന്നേ ഇതേപോലെ എന്തോ ആദ്യ ബന്ധം അവൾക്ക് റിലേഷനുള്ള സമയത്ത് ഞാനോടൊക്കെ പറഞ്ഞപ്പോൾ നിർത്തിയെന്നാണ് പറഞ്ഞത്. ഒരു 5-6 കൊല്ലത്തെ പ്രേമൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓനെ വേറെ പെണ്ണായിട്ട് എൻഗേജ്ഡ് ആയി. അത് ഇവൾ അറിഞ്ഞ് പ്രശ്നമായി. ഇവള് വടകര പോയി സൂസൈഡ് ചെയ്യാൻ നോക്കി, അവിടെ നിന്ന് പോലീസ് കണ്ട് പ്രശ്നം, അങ്ങനെ കേസായി. പിന്നെ ഓള് സംസാരിച്ച് പിന്നെ ഓനായിട്ട് ഓക്കെ ആയി, പിന്നെ ഓനെ സ്വീകരിച്ചു. ചീറ്റ് ചെയ്ത ആൾ പിന്നെയും സ്വീകരിച്ച് അങ്ങനെ കല്യാണം നടത്തിയത്. അതായത് വേറെ ആരുമില്ല, ഓളെ അമ്മ പോയിട്ട് ചെറിയ രീതിക്ക് ഇങ്ങനെ നടത്തിയത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വീട്ടുകാർ സമ്മതമായിരുന്നു? അല്ല, ഞങ്ങൾക്ക് ഇവിടെ ആർക്കും സമ്മതമല്ലായിരുന്നു. പിന്നെ ഓർക്കും സമ്മതമല്ല ഉണ്ടായി. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് കടത്തി, പിന്നെ സ്റ്റേജൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നു.
ആ ഒരു ഇലയ്ക്കൊന്നും അല്ലേനു. പിന്നെ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ പ്രഗ്നൻസി സമയത്ത് ഇങ്ങനെ അതൊക്കെ ഇപ്പം കേട്ടോ അറിയുന്നത്, ആ ടൈമിലൊന്നും അറിയത്തില്ല. ഇങ്ങനെ നമുക്ക് ഫുഡൊന്നും മറ്റേക്ക് കിട്ടിക്കുന്ന രീതിക്ക് ഇങ്ങനെ പറഞ്ഞിക്ക് എടുത്തായിട്ട്. പിന്നെ ഓൾ ഇവിടെ വന്ന് തുടങ്ങിയല്ലോ. പക്ഷെ ഓനുള്ളതിനെ കൊണ്ട് ഓളങ്ങ് പോകുന്നത്, ഓൻ പോയി അങ്ങ് വരുന്ന പറഞ്ഞത്. റിജിൻ ലാൽ ഗൾഫിലായ മുതൽ തന്നെ, അതായത് ഇവർ കല്യാണം കഴിച്ചതിൻ്റെ ഒരു ഭീഷണിയുടെ സ്വരത്തിലാന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതിപ്പോൾ ഈ ലേഡി സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഇതൊരു താല്പര്യമില്ലാത്ത ബന്ധമാണ് റിജിൻ ലാലിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. റിജിൻ ലാലിൻ്റെ ഫാമിലിക്കാണെങ്കിലും റിജിൻ ലാലിനാണെങ്കിലും ഈ ബന്ധത്തിൽ പ്രത്യേകിച്ച് താല്പര്യമില്ല. ഒരു കല്യാണം കഴിക്കണം എന്നുള്ള മൂഡിലൊന്നും ആയിരുന്നില്ല എന്ന് തോന്നുന്നു റിജിൻ ലാൽ. പക്ഷേ ഈ കുട്ടിയുടെ ഒരുതരം അഡമൻറ്റ് സ്റ്റാൻഡ്, ഒരു ഒബ്സഷൻ ഉണ്ടല്ലോ ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ ആ വ്യക്തി പ്രേമിച്ച് കിടന്ന സമയത്ത് തന്നെ ചീറ്റ് ചെയ്തു, ഇനി ഇവനെ കെട്ടിയിടനെ വേറെ കാര്യമുള്ളൂ എന്നുള്ള ആ ഒരു ഇതിൻ്റെ മുകളിൽ അവർ ആത്മഹത്യാശ്രമമൊക്കെ നടത്തി ഇവൻ്റെ വീട്ടുകാരെയും കൊണ്ട് കെട്ടിച്ച്. എന്തല്ലേ ഇതൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിൻ്റെ കാര്യമുണ്ട് അതിനിടയിൽ? ഒരു ജീവൻ, ആ ജീവൻ 6-7 മാസം വയറ്റിൽ, പുറം ലോകം പോലും കാണാതെ അവരുടെ കൂടെ ആ ജീവനോട് പോയി. ഞാൻ പറയുമ്പോൾ ഈ റിജിൻ ലാൽ ജീവനോട് കൂടി ഇരിക്കുമ്പോൾ അയാളുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു. എന്താ അവൻ്റെ ഒരു ഗതികേട്. എന്തോ ആണ് ഇത്. ഇതൊക്കെ എന്താ പറയുക, മനുഷ്യന്മാർ പരസ്പരം പറഞ്ഞാലോ അല്ലെങ്കിൽ നല്ലപോലെ ഒരാളെ സംസാരിക്കാൻ കിട്ടിയാലോ തീരേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ് ഇത്. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പരിപാടി ഇത്. എനിക്ക് എന്തെങ്കിലും രീതിയിലൊരു ഡൗൺ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം ആരോടെയും സംസാരിക്കും. എനിക്ക് ക്ലോസ് ആയിട്ടുള്ള 1-2 ആൾക്കാരോട് ഞാൻ സംസാരിച്ചിരിക്കും. സംസാരിക്കാൻ പറ്റില്ല നമുക്ക്. സംസാരിക്കാതിരുന്നത് മനസ്സിനകത്ത് വെച്ച് കല്ലാവുന്നതിനേക്കാൾ നല്ലത് സംസാരിച്ചാൽ തീരുന്ന വിഷയമാണെങ്കിൽ സംസാരിച്ച് തീർക്കണമല്ലോ. ഇവരുടെയൊക്കെ വിഷയം അതാണ്. സംസാരിക്കാനൊന്നും ആരുമില്ല, ഒരു ഹോപ്പ് കൊടുക്കാൻ ആരുമില്ല, ഒരു ഗൈഡൻസ് കൊടുക്കാൻ ആരുമില്ല. മനസ്സിലായോ? എന്ത് ചെയ്യാൻ. ഇനിയിപ്പോൾ ഈ സോനയുടെ അച്ഛൻ സംസാരിക്കുന്ന ഒരു വേർഷനുണ്ട്. CCTV കാണിച്ചാണ് വിളിച്ചത്. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ സോന നടന്നു വരുന്നതായി കണ്ട്, ആ ഡ്രസ്സും കണ്ട് മനസ്സിലായി സോന എന്നാന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ പെട്രോൾ വാങ്ങുന്നത് കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ CCTVയിൽ. അത് വാങ്ങിയിട്ട് ബാഗ് പിടിക്കുന്നൊന്നും കണ്ട്. പിന്നെ ഇതെവിടെ വെച്ച് എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളത് ആർക്കും അറിയില്ല. പോലീസ് പറയുന്നത് അത് അവൾ വീട്ടിൽ വെച്ചു, പോരുമ്പോൾ അതെടുത്ത് കാറിൽ വെച്ച് പിന്നെ കാറിന്ന് തുറന്നിട്ട് അവൻ്റെ മേലേക്ക് വെച്ച് തീ കൊടുത്തെന്നാണ് പറയുന്നത്. ഇതിൽ എന്താണെന്നുള്ളത് അറിയില്ല. നേരെ മറ്റേ തിരിച്ചും സംഭവിക്കാൻ സാധ്യതയില്ലേ? അവൻ പറഞ്ഞിട്ട് നീ വാങ്ങി വാ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് വാങ്ങി വാ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നേരെ തിരിച്ചങ്ങോട്ട് ചെയ്തൂടെ? അവൾ വിളിച്ച് ഇങ്ങനെ സ്നേഹിച്ച് പോയതിൻ്റെ പേരിൽ ഞങ്ങൾ കോണ്ടാക്ട് വെച്ചില്ല. അവൾ ഇവിടെ വരുത്തൂല്ല. അവളുടെ വീട്ടിൽ തന്നെ. അതെ, പിന്നെ ഇപ്പം വന്നത് ഇവിടെ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് വരുത്ത്. അതാണ് ലാസ്റ്റ് അവളായിട്ടാണ് ഈ പറഞ്ഞാൽ പോയി ശേഷമാണ് സംഭവിക്കുന്നത്. ഈ ലാല് സോനയെ ദേഹോപദ്രവം ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും അറിയായിരുന്നോ? അത് ഇതിൻ്റെ മുന്നേ കുറേ ഒരുപാട് ഉപദ്രവങ്ങൾ അവരായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ എന്നിട്ട് ഇവൻ റെഡിയാകുന്നില്ല. അത് മാത്രമല്ല ഇപ്പം 7 മാസം ഗർഭിണിയാണ്. അങ്ങനെ അസതിക്ക് ഇവിടെ ഒന്നും ചെയ്യുമെന്ന് സാധ്യതയില്ല. അത് മാത്രമല്ല അതിൻ്റെ മുന്നേ ഇവിടെ ഒരുപാട് പിന്നെ കേസുകൾ ഉണ്ടായിരുന്നു. ആദ്യം സ്നേഹിച്ചിട്ട് പിന്നെ ഒഴിവാക്കാൻ നോക്കി, പിന്നെ വേറൊരു വിവാഹം കഴിക്കാൻ നോക്കി. അതിന് സോന എതിർത്ത് സോന ആത്മഹത്യക്ക് ശ്രമിച്ച് അത് തിരിച്ച് വന്ന് കയറാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്ത പരാതി പിൻവലിക്കാൻ ഇവൻ ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കേസെല്ലാം പിൻവലിച്ച് നല്ല രീതിയിൽ പോവുകയാണ് ശ്രമിച്ചിരുന്നു. എന്നതിന് ശേഷമാണ് വീണ്ടും ഇവർ തമ്മിൽ ഉള്ളിൽ കൂടി ഫോൺ സംഭാഷണത്തിലൂടെ ആയിട്ട് ഒരു തമ്മിൽ ഇറങ്ങിപ്പോയിട്ട് വിവാഹം കഴിക്കുന്നത്. അത് 2023 സെപ്റ്റംബറിലായിട്ടാണ് വിവാഹം. അതിനുശേഷമാണ് ഈ മാറ്റങ്ങൾ ഗൾഫിലൊക്കെ പോയി വന്ന് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ വിവാഹത്തിന് 2 വീട്ടുകാർക്കും സമ്മതമല്ലായിരുന്നു അല്ലേ? ഇല്ല, 2 വീട്ടുകാർക്കും സമ്മതമില്ലായിരുന്നു. ഇപ്പം അതായത് സോനയായിട്ടുള്ള കല്യാണത്തിന് ശേഷം ഈ ലാലുവിന് വേറൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം പറയുന്നത് ഈ ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംശയം കൂടിയിട്ടുണ്ട്. എന്തോ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അമ്മേൻ്റെ അനിയത്തിൻ്റെ മോള് പറഞ്ഞപ്പോൾ അറിയുന്നത്. അതായത് മക്കൾക്ക് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, മക്കളുടെ ഈ ഒരു മാനസികാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. സ്നേഹിച്ച് കല്യാണം കഴിച്ചതായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല, ഓള് വീട്ടിലേക്ക് വരലില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇങ്ങനെ പറയുന്നൊരു വ്യക്തി ഇനി കൊണ്ടുപോയി കേസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ ഇപ്പോൾ വന്ന് പറയുക 7 മാസം ഗർഭിണിയായ എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെ ചിന്തിക്കില്ല. ബെസ്റ്റ് അതാ പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ചില വാശികളൊക്കെ മക്കൾക്ക് വേണ്ടി ഒഴിവാക്കണം. മക്കളുടെ കൂടെ നിൽക്കാൻ പറ്റണം. മക്കൾ പോയതിനു ശേഷം പിന്നെ അവർക്ക് വേണ്ടി നീതി മേടിച്ചു കൊടുക്കാൻ വരുന്ന മറ്റേ സിനിമ സ്റ്റൈല് ഞാൻ പറയുന്നില്ല. ഇനി വേറൊരു അച്ഛൻ എന്താണ് സംഭവിച്ചതെന്നാണ് ഞങ്ങൾക്കും കിട്ടേണ്ടത്. 2 ദിവസമായിട്ടുള്ള ഈ ന്യൂസുകളെല്ലാം ഞാൻ കണ്ടു തുടങ്ങിയിട്ട്.
അതായത് ഇത് സംഭവിച്ച അന്ന് മുതൽ ഞാൻ വളരെ പ്രയാസത്തിലാണ്. കാരണം ഞാൻ മക്കളെ അത്ര പോലും കൂടി നോക്കിയ അവൾ എൻ്റെ സ്വന്തം മകളായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാളിവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ 3 വർഷമായിട്ട് അവളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നുവരെയായിട്ടും ആ കുടുംബം ഇവിടെ വന്നു നോക്കിയിട്ടില്ല. അവർ തമ്മിൽ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അവർ തോള് കൈയെട്ടുന്നേ, സോനയെന്ന് വിളിക്കുന്നേ, ലാലുവേട്ടാന്ന് വിളിക്കുന്നേ, പിന്നെ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വിളിക്കുകയും പറയുകയും സിനിമ കാണലും എല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. ഇവള് ചെയ്ത് എന്തിന് ഞങ്ങളെന്ത് തെറ്റ് ചെയ്ത്, അതാണ് നമുക്കറിയേണ്ടത്. സംഭവത്തിൽ പോലീസ് ഞങ്ങൾക്ക് ഇതിൻ്റെ തക്കതായ തെളിവ് കിട്ടണം. ആരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച, അവൻ്റെ ഭാഗത്തുനിന്നോ അവളുടെ ഭാഗത്തുനിന്നോ എന്തിന് ചെയ്ത് എന്ന്. ഞങ്ങൾ മൊത്തം കുടുംബം നശിപ്പിക്കത്താൽ ഞങ്ങൾ പിന്നെ ഇപ്പോൾ ഭാഗ്യവാന്മാരാകാം. വീട്ടിൽ നിന്നാ ചെയ്തെങ്കിൽ ഞങ്ങൾ മൊത്തം പെട്ടേനെ. അതും ഞങ്ങൾ ചെറിയൊരു ആശ്വാസത്തിലാണ്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളടക്കവും ഇവരെ മനസ്സിലിരിപ്പൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അത് എന്തായാലും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു തെളിവ് ഞങ്ങൾക്കും വേണം, കിട്ടണം. പാരൻസ് ആണെന്നുണ്ടെങ്കിൽ മക്കളുടെ ജീവിതം എങ്ങനെയെന്നുള്ളത് അത്യാവശ്യം, അതും ഒരു വീട്ടിൽ തന്നെ നിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരാളുടെ മുഖം മാറിയാലോ, സിറ്റുവേഷൻസ് മാറിയാലോ ഒക്കെ, അല്ലെങ്കിൽ അവർ പുറത്ത് കാണിക്കുന്ന ചിരിയും കളിയിൽ മാത്രം എൻ്റെ മക്കൾ ഹാപ്പി എന്നൊക്കെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ പണി പാടും. മൂപ്പർക്ക് ഇപ്പോൾ മറ്റേ പേടി, ഏതൊക്കെ വീട്ടിൽ നിന്നൊക്കെ കത്തിച്ചതിന് ഞങ്ങൾ എല്ലാവരും കൂടി പോയിരുന്നല്ലോ എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിച്ചിരുന്നിരിക്കാം. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് അത് കാറിലായി പോയത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് സോന ആ ഒരു മെൻറ്റാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും പോയിരുന്നു. ഇതിപ്പോൾ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനുള്ളൊരു സീനായി. റിജിൻ്റെ വീട്ടുകാർക്ക് സോനയും, സോനേൻ്റെ വീട്ടുകാർക്ക് റിജിൻ്റെ വീട്ടുകാർ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി വീട്ടുകാർ തമ്മിലുള്ള ഒരു ഫൈറ്റായി മാറും. എന്താ പറയുക, ഇവരൊന്നും ഇവരുടെ റെസ്പോൺസിബിലിറ്റി മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ, പാരൻസൊക്കെ. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാണ്, ഇതിപ്പോൾ എത്ര കേസായി ഇങ്ങനെ. എനിക്ക് ആകെ പറയാനുള്ള ഇത്രേ ഉള്ളൂ, പ്രേമിക്കുകയാണെങ്കിൽ പ്രേമിച്ചോ, അതിന് ഒരു ഒബ്സസ്ഡ് സാധനമൊന്നും വരാൻ പാടില്ല. മറ്റേയാൾക്ക് നമ്മളെ പറ്റില്ല, ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർ നമ്മൾക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ മാറി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ നോക്കി നമ്മളും പോവുക. ദാറ്റ്സ് ഇറ്റ്. അത്ര സിമ്പിളാക്കി എടുത്താൽ മതി ഈ കാര്യങ്ങളൊക്കെ. കുറച്ച് ദിവസമൊക്കെ ഒരു വേദനയും സങ്കടമൊക്കെ കാണും. ഹാപ്പൻസ്. മനുഷ്യനല്ലേ. മനുഷ്യന് ഏറ്റവും വലിയ കഴിവെന്താ? മറക്കാനുള്ള കഴിവ്. വേദനിച്ച് പിന്നെ അതൊരു ഓർമ്മയായിട്ട് മാറും, പിന്നെ നമ്മളത് മറക്കും.